ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു 6 മൊഡ്യൂളിൻ്റെ പ്ലേറ്റ് എങ്ങനെ ബോർഡ് വെയർ ചെയ്യാം, അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്നത് LE C² ഒരു ഗ്രേ ടൈപ്പാണ്, ഒരു ഗ്രേ മോഡലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് ഈ സ്വിച്ചുകൾ എല്ലാം എന്ന് പറഞ്ഞാൽ ലീഫ് എന്ന് പറഞ്ഞ സ്വിച്ചുകളാണ്. ലീഫ് എന്ന് പറഞ്ഞ മോഡലാണ് LEസിൻ്റെ. അതുപോലെ തന്നെ ഡിമ്മറും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ആദ്യം കാണുന്നത് ഒരു ലൈറ്റ്, അതേപോലെ രണ്ടാമത് കാണുന്നത് ഒരു വാൾ ലൈറ്റ് അല്ലാതെ വരുന്നുണ്ട്. ഇത് വരുന്നത് ഫാനിൻ്റെ കൺട്രോളാണ്. അപ്പോൾ ഫാനിൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പീഡ് കുറയ്ക്കാനും വേണ്ടിയിട്ടും നമ്മൾ ഡിമ്മറും യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ BLDC ഫാനല്ല ഇവിടെ വരുന്നത്, ഇവിടെ സാധാ നമ്മുടെ നോർമൽ ഒരു ഫാനാണ്, സീലിംഗ് ഫാനാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിമ്മർ വെച്ച് കൊടുത്തത്. BLDC ഫാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിമ്മറിൻ്റെ ആവശ്യകതയില്ല, കാരണം എല്ലാം അത് റിമോട്ട് കൺട്രോൾ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ BLDC അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ 5 സ്റ്റെപ്പിൻ്റെ ഒരു ഡിമ്മർ നമ്മൾ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഡമ്മി ഇട്ടേക്കുന്നത് നമുക്ക് 2 സ്വിച്ചുകൾ, അതായത് ടോട്ടൽ 5 സ്വിച്ചിൻ്റെ സ്പേസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 5 സ്വിച്ചുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്ലേറ്റുകൾ അവൈലബിൾ അല്ല, ബോക്സും അവൈലബിൾ അല്ല. അതിന് 6 മൊഡ്യൂൾ തന്നെ വെക്കണം. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഇതേപോലെ സ്വിച്ച് ഡമ്മി ഇട്ട് കൊടുക്കാം. അപ്പോൾ LES എന്ന് എഴുതിയ അവരെ തന്നെ ഡമ്മി നമുക്ക് കിട്ടും. അപ്പോൾ അത് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. കറക്റ്റ് ഒരു സ്വിച്ചിൻ്റെ പോലെ തന്നെ നമുക്ക് കവർ ചെയ്തിരിക്കും. അപ്പോൾ അല്ലാതെ എക്സ്ട്രാ ഒരു സ്വിച്ചൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യകതയില്ല. അതിനെക്കാട്ടി നല്ലത് ഒരു ഡമ്മി ഇടുന്നതായിരിക്കും നല്ലത്, അതായിരിക്കും വൃത്തിയും. അപ്പോൾ നമുക്കിതെങ്ങനെ ബോർഡ് വെയർ ചെയ്തെടുക്കാം എന്നുള്ളത്, കാരണം ഇതൊരു ചെറിയ റൂമിൻ്റെ ആയതുകൊണ്ടാണ് ഈ ഒരു 6 മൊഡ്യൂൾ വന്നത്. ഇത് 2 വേ കൺട്രോളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒറ്റ ബോക്സ് ആയിട്ട് തന്നെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് 1 വേ സ്വിച്ചുകളെല്ലാം കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ബോർഡ് വെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ താഴെ കാണുന്ന ടെർമിനൽ കണ്ടല്ലോ, അതായത് ഈ താഴത്തെ കാലുകൾ, ഇതെല്ലാം ഫേസ് കയറേണ്ട കാലുകളാണ്. അപ്പോൾ ഈ താഴത്തെ ടെർമിനൽ എല്ലാം ഫേസും, മുകളിലത്തെ ടെർമിനൽ എല്ലാം കൺട്രോളുമാണ് പോകേണ്ടത്, അതായത് ലൈറ്റിൻ്റെ കൺട്രോളാണ് ഇതിലെല്ലാം കയറേണ്ടത്. അപ്പം ഈ ഡിമ്മറിൻ്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡിമ്മറിൽ നിന്ന് 2 വയറുകൾ വരുന്നുണ്ട്, റെഡും വരുന്നുണ്ട്, യെല്ലോയും വരുന്നുണ്ട്. കാരണം ഒരെണ്ണം ഇന്നും ഒരെണ്ണം ഔട്ടും ആണ് പോകുന്നത്. അതായത് ഈ യെല്ലോ വയർ കൺട്രോൾ വയറുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനുള്ളതാണ്. കൺട്രോൾ വയർ, അതായത് ഫാനിൽ നിന്ന് നമ്മൾ വലിച്ചിട്ടേക്കുന്ന കൺട്രോൾ വയർ കൊടുക്കാനുള്ളതാണ് ഈ യെല്ലോ വയർ. ഈ റെഡ് വയർ നമുക്ക് ഈ സ്വിച്ചിൻ്റെ ടോപ്പ് ടെർമിനലിൽ കൊടുക്കണം. അതായത് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഫേസ് ഈ റെഡ് വഴി കയറി ഇതിൻ്റെ അകത്തൂടെ തന്നെ കയറി നേരെ യെല്ലോയ്ക്കകത്ത് വന്ന് യെല്ലോ വയർക്കകത്തോടെ നേരെ ഫാനിലോട്ട് എത്തുന്നു, അതായത് ആ കൺട്രോൾ വയറിലോട്ട് പോകുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ബോർഡ് വയർ ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. എന്തായാലും എല്ലാം താഴത്തെ ടെർമിനലിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫേസ് കൊടുക്കാൻ വേണ്ടി എടുത്തേക്കുന്ന വയർ ഇതേപോലെ റെഡ് കളറിൻ്റെ 1.5 വയറാണ്. അപ്പം ഈ കൺട്രോളിംഗ് എല്ലാം കൂടുതൽ ലോഡോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് 1.5 തന്നെ ധാരാളം, അല്ലെങ്കിൽ 1 mm ആയാലും കുഴപ്പമില്ല, കാരണം 3 കൺട്രോളിംഗ് മാത്രമേ വരുന്നുള്ളൂ. വയർ നമ്മൾ കണക്ഷൻ കൊടുക്കാൻ നേരത്ത് ഇതേപോലെ ഒന്ന് വയറൊന്ന് പിരിച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. കാരണം നമ്മൾ സ്വിച്ചുകളുടെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അതല്ല ഇങ്ങനെ മടക്കാതെ നേരെ കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ഇത് ഇങ്ങനെ ലൂസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് കറക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പ്രധാനമായിട്ട്. കാരണം ഇങ്ങനെ മടക്കാതെ നേരിട്ട് കൊടുക്കരുത്, ഇങ്ങനെ മടക്കി തന്നെ കൊടുക്കുന്നതായിരിക്കും ഉചിതം. നമ്മൾ 2 വയറുകൾ ഇതേപോലെ ജോയിൻ്റ് ചെയ്ത് അടുത്ത കാലിൻ്റെ അകത്ത് കൊടുക്കാൻ നേരത്ത്, അടുത്ത ടെർമിനലിൽ കൊടുക്കാൻ നേരത്ത് ഇതേപോലെ ഇൻസുലേഷൻ ടേപ്പ് അടിച്ച് നല്ല ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വയറുകൾ ലൂസായി പോകാതിരിക്കും. കാരണം പിന്നീട് നമുക്ക് അഴിക്കാൻ നേരത്ത് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. അതായത് അത് മടക്കുന്നതിനോടൊപ്പം തന്നെ ഇതേപോലെ ഇൻസുലേഷൻ ടേപ്പും അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് നല്ല സേഫായിട്ടിരിക്കും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എങ്കിൽ മാത്രമേ നല്ല ഭംഗിയായിട്ടും അതേപോലെ പിന്നീട് ലൂസ് ആവാതൊക്കെ ഇരിക്കാൻ ഇതുപോലെ ബെറ്റർ ആയിരിക്കും. ഫേസിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, താഴത്തെ എല്ലാ ടെർമിനലിലും നമ്മൾ ഫേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് മെയിൻ ഫേസ് വന്ന് ഇതുവഴി കയറി ഈ ടെർമിനൽ വഴി കയറി നേരെ ഇവിടെ എത്തുന്നത്. അപ്പോൾ സ്വിച്ചുകളുടെ എല്ലാം താഴത്തെ ടെർമിനലാണ്, ഏറ്റവും അടിയിലത്തെ ടെർമിനലാണ് ഫേസ് കയറേണ്ടത്. ഇതുപോലെ നമ്മൾ വയറെടുത്ത് നമ്മൾ കണക്റ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെല്ലാം നമുക്ക് കൺട്രോൾ വയറാണ് വരുന്നത്. ഇത് ഫാനിൻ്റെ ഈ യെല്ലോ ഈ റെഡ് വയർ നമുക്ക് കൊടുക്കണം. അതേപോലെ ലൈറ്റിൻ്റെ കൺട്രോളുകളാണ് ഈ 2 സ്വിച്ചിലും വരുന്നത്. ഇത് ഫാനിൻ്റെയും കൂടെ ഒന്ന് കൊടുത്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഫാനിൻ്റെ റെഡ് വയറും ഏറ്റവും ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഈ യെല്ലോ വയർ നമ്മൾ ഫാനിൽ നിന്ന് വരുന്ന വയറോട് ജോയിൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഫേസും കാര്യങ്ങളും എല്ലാം കൊടുത്തു, ഡിമ്മറിൻ്റെ കണക്ഷനും കൊടുത്തു, അതായത് റെഗുലേറ്ററിൻ്റെ കണക്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ നമുക്ക് സ്വിച്ച് ബോർഡിൽ പോയിട്ട് എങ്ങനെ കണക്ഷൻ സെറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളതേപോലെ കണക്ഷനും കൊടുത്തു. ചുമന്ന വയർ നമുക്ക് ആദ്യത്തെ ഒരു ലൈറ്റാണ്, അതായത് ട്യൂബിൻ്റെ കണക്ഷനാണ്. ഈ മഞ്ഞ വയർ കൊടുത്തേക്കുന്നത് നമ്മൾ തൊട്ട് മുകളിൽ കാണുന്ന ലൈറ്റിന് വേണ്ടിയിട്ടാണ്. ഈ
വരുന്നത് ഈ നീല വയർ 1.5 ആണ്. അത് ന്യൂട്രൽ വേണ്ടിയിട്ടാണ് കിടക്കുന്നത്. ഈ പച്ച വയർ നമ്മൾ ഫാനിന് എർത്തിന് വേണ്ടിയിട്ടാണ് ഈ പച്ച വയർ യൂസ് ചെയ്യുന്നത്. ഫാനിൻ്റെ കൺട്രോളായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഈ 1mm കറുപ്പാണ്. കറുപ്പ് എന്തുകൊണ്ട് ഇട്ടു എന്ന് ചോദിച്ചാൽ നമുക്ക് വയറങ്ങ് തീർന്നു പോയി. ആ സമയത്ത് നമ്മൾ അവസാനത്തും വലിച്ചു വന്നപ്പോൾ തന്നെ വയർ ഷോർട്ടേജ് ആയി. പിന്നെ ഈ ഒരു കൺട്രോൾ വലിക്കാൻ വേണ്ടിയിട്ട്, ഈ ചെറിയ റൂമിൽ കൺട്രോൾ വലിക്കാൻ വേണ്ടിയിട്ട് ഒരു കോയിൽ വയർ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാതെ സെപ്പറേറ്റ് നമ്മൾ മീറ്റർ കണക്കിന് മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ വയർ ഉണ്ടായിരുന്നു, ബ്ലാക്കും ഉണ്ടായിരുന്നു, അതേപോലെ ഈ മഞ്ഞയും ഉണ്ടായിരുന്നു, യെല്ലോയും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കൺട്രോളിന് ഈ യെല്ലോയും അതേപോലെ ഫാനിന് നമ്മൾ ഈ കറുപ്പും യൂസ് ചെയ്തത്. ഇനി ഈ ഹോളിൽ കൂടെ അപ്പുറത്തെ ബോക്സിൽ നിന്ന് നമുക്ക് ഫേസും ന്യൂട്രലും എർത്ത് കൊടുക്കണം. അതായത് ഈ ബോർഡിന് വേണ്ടിയിട്ടുള്ള ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രൽ ഇതിനോടൊപ്പം ജോയിൻ ചെയ്യണം. എർത്ത് കൊണ്ടുവരുന്നത് നേരെ ബോഡി എർത്തും കൊടുത്ത് നമുക്ക് ഫാനിൻ്റെ എർത്തും നമുക്ക് കൊടുക്കാനുള്ളതാണ്. അതുപോലെ ഫേസ് നമുക്ക് ഈ ടെർമിനൽ കയറാനുള്ളതാണ്. അപ്പം എർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ കാലിൽ തന്നെ ബോഡിയിൽ എർത്തായിട്ടും കൊടുക്കണം. കാരണം എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് RCCB ട്രിപ്പാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് മറ്റൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.